السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على محمد وعلى آل محمد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ 3688 ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്സാഅ. ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്ന് അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല മതസ്സാഅ. റസൂലെ, എപ്പോഴാണ് അന്ത്യനാൾ എന്നാണ് ആ മനുഷ്യൻ ചോദിച്ചത്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഈ വന്ന് ചോദിച്ച വ്യക്തി തുൽ ഖുവൈസറത്തുൽ യമാനി എന്ന സഹാബിയായിരുന്നു. അപ്പോൾ ആ സഹാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുകയാണ്, വമാദ അഅദത്ത ലഹ. അന്ത്യനാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നീ എന്ത് മുന്നൊരുക്കമാണ് ആ അന്ത്യദിനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന്. ആ സമയത്ത് മഹാനായ ദുൽ ഖുവൈസറത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഷൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. അഥവാ അന്ത്യദിനത്തിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചത് അള്ളാഹുവോടും അവൻ്റെ റസൂലോടുമുള്ള സ്നേഹം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, അൻത മഅമൻ അഹ്ബബത. എങ്കിൽ നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും നീ ഉണ്ടാവുക എന്ന്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ ഫരിഹന ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹന ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക മഅമൻ അഹ്ബബത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നിനക്കിഷ്ടപ്പെട്ടവൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ ആ വാക്കിനോളം ഇസ്ലാമിന് മുമ്പോ ശേഷമോ ഞങ്ങളെ സന്തോഷിപ്പിച്ച മറ്റൊരു വാചകവും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ഒരൊറ്റ ഹദീസിലെ 2 സ്വഹാബികളുടെ വാചകങ്ങളിൽ നിന്നും അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധ്യമാകും. മഹാനായ സ്വഹാബി 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, എപ്രകാരമാണ് നിങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമെന്ന്. അപ്പോൾ അലി റളിയല്ലാഹു കൊടുത്ത മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈന മിൻ അംവാലിന വ ഔലാദിന വ ആബായിന വ ഉമ്മഹാറ്റിന വ മിനൽ മാഇൽ ബാരിദി അലൽ ദമ. അള്ളാഹുവാണ് സത്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളേക്കാൾ, ഞങ്ങളുടെ പിതാക്കളേക്കാൾ, ഞങ്ങളുടെ മാതാക്കളേക്കാൾ, ദാഹിച്ച് വലഞ്ഞ സമയത്ത് നമുക്ക് കിട്ടുന്ന തണുത്ത വെള്ളത്തേക്കാൾ ഞങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമായിരുന്നുവെന്ന്. കുടിക്കാൻ ലഭിക്കുന്ന വെള്ളത്തെ അതിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ റസൂലിനോട് അവർ കാണിച്ച സ്നേഹം എത്രത്തോളമായിരിക്കും. ഇസ്ലാമിക ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവൻ കൊടുത്തും ശരീരം കൊടുത്തും മക്കളെ കൊടുത്തുമെല്ലാം സംരക്ഷിച്ച സ്വഹാബികളുടെ ചരിത്രങ്ങൾ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധ്യമാകും. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണം. അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ, പ്രവാചകന് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കണം. ആ സ്നേഹത്തിൻ്റെ രീതി എങ്ങനെയാണ്? അള്ളാഹു സൂറത്തു ആലി ഇംറാനിൽ പഠിപ്പിച്ചു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്ന്. ആ പ്രവാചകൻ്റെ ചര്യകൾ പിൻപറ്റലാണ് റസൂലുള്ള ഏറ്റവും കഠിനമായ സ്നേഹപ്രകടനം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചര്യ പിൻപറ്റിക്കൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് പരിപൂർണമായി മാറിക്കൊണ്ട് പ്രവാചക സ്നേഹം പ്രകടമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.